ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. എന്നെ ടെലഗ്രാം ഒന്ന് കിട്ടി. ചൊവ്വാഴ്ച വൈകിട്ട്. ടാക്സി. ഇതാണ് എന്റെ കൊട്ടാരം. നിനക്ക് ഭ്രാന്തുണ്ടോടാ? ഉള്ള സൗകര്യത്തിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടെ കഴിയാം. അല്പം മദ്യപാനമൊക്കെ തുടങ്ങി. അത്യാവശ്യത്തിന് അതുമുണ്ടെന്ന് കരുതിക്കോ. നീ ഒന്ന് കുളിക്ക. അല്ല ആർക്കാ രണ്ട് ചായ പറഞ്ഞേ? അല്ലാ, ഇതേതാണ് പുതിയൊരു മൊന്ത? എന്റെ ഒരു കൂട്ടുകാരനാ. എന്റെ പേര് മുരളി. മുരളിക്കാക്ക സ്ഥലം കേട്ടാ. എവിടെ നാട് എവിടെയാണ്? നമ്മുടെ നാട് തന്നെയാ. നമ്മുടെ നാടിനെ? അപ്പം ദുബായ് പാർട്ടി ആയിരിക്കല്ലേ? അല്ലെ, ദുബായ് പോകാൻ പറമ്പും പാരിക്ക് വിറ്റന്നല്ലേ? അവിടെ കടുപ്പത്തുള്ള ചായ അവിടെ കുടിച്ചാൽ അവിടെ ബെൽറ്റ് കുടിച്ചാലിക്ക. അല്ലേ, നാടോട്ട് നമ്മളെ കൊന്നില്ലേ? എന്താ കുടിച്ചാൽ അവിടെ കുടിച്ചാൽ കള്ള കുടിച്ചാൽ. അല്ല അല്ല എന്നെ ശരിയായോ? അല്ല ശരിയല്ലേ, നമ്മൾ ശരിയായിത്തരാ. അവൻ ദുബായിലെങ്ങും പോകാൻ വന്നതല്ല. അല്ലല്ലേ, എന്താ വെച്ചാല് ഇവിടെ മുക്കാൽ ആൾക്കാർ അതിന്റെ ആളാ, അതുകൊണ്ട് പറഞ്ഞു കേട്ടാ. അത് പിന്നെ മൂപ്പര് കുളിച്ചിട്ട് കുപ്പായൊക്കെ മാറ്റി ഈ ബൊമ്പായിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കി. പിന്നെ മറ്റേ സ്ഥലത്ത് കൂടി കൊണ്ടുവരണം കേട്ടാ. ഒന്ന് പോടോ. അതെവിടെയാന്ന് അറിയാം. കുറെ കഴിഞ്ഞ് ഭക്ഷണം ആയിക്കോ. അതാ കേട്ടോ തിരക്കിട്ട് എപ്പോഴും പോട്ടെ. നീ ഇത്ര തിടുക്കപ്പെട്ട് ഓടിയെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ വന്നതുകൊണ്ട് പറയുകയല്ലേ. നാട്ടിലൊരു ജോലി കിട്ടുമെങ്കിൽ ഇവിടത്തേക്കാൾ നല്ലത് അതാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരുന്ന് മടുത്തു. അതാണ് ഇങ്ങോട്ട് പോകുന്നത്. എത്ര കാലമാണ് അച്ഛനും അമ്മയും ബുദ്ധിമുട്ടി ജീവിക്കുക? സാരമില്ല, നീ വന്ന സ്ഥിതിക്ക് ഇവിടെ എന്തെങ്കിലും ജോലി നമുക്ക് കണ്ടുപിടിക്കാം. വാ.
എടാ മുരളി, നീ എന്താ ആലോചിക്കുന്നത്? ഓ, ഹോം സിക്ക് ആയിരിക്കും. സാരമില്ലടാ, അച്ഛനെയും അമ്മയും കുറിച്ച് ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? എല്ലാം ചത്തു തുലഞ്ഞിട്ടും ഞാൻ ജീവിക്കുന്നില്ലേ? ആ, പോക്കരത്ത് കൃത്യസമയത്തിന് തന്നെ എത്തിയല്ലോ. ആ, നമ്മള് ബ്രിട്ടീഷുകാരുടെ തീവണ്ടി പോലെയാ. ഡ്യൂട്ടി തന്നെയാ. നിങ്ങൾക്ക് തരുന്ന ഈ സോഡയും മിക്സറും ഒക്കെ ഉണ്ടല്ലോ, പക്ഷെ ഇത് ഞമ്മക്ക് ചോറാണ് കേട്ടോ. ഞങ്ങൾക്ക് ആ സോഡ ഒട്ടിക്കട്ടെ. ഒട്ടിക്കേ. അപ്പൊ അവ തന്നെ കൊടുവോ? തുറക്കല്ല. നല്ല ഗ്യാസ്റ്റോളുണ്ട്. ഇത് തുറക്കല്ലേ? തൂത്തി നമ്മളോട്ടെ. പോക്കറിന്ന് എത്ര രൂപയായി? അപ്പൊ പറഞ്ഞു ഇല്ല, 12 റുപ്യ 30 പൈസ. നാളെ തരാം. നാളെയാണെങ്കിൽ 15 റുപ്യ 30 പൈസയാവും. അല്ല, എന്നെ കുന്തം പിടിഞ്ഞാൽ കുത്തിരിക്കുന്നത് മനസ്സിൽ വേലൊന്നുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. പിന്നെ ഇത് പുതിയ കുതിരയാണ്, അത് കുടിപ്പിക്കല്ലോ മോനെ. അപ്പൊ ഒന്ന് പോടും. ഒന്ന് പോട്ടെ, ഒന്ന് ഉഷാറായിട്ടിരിക്കും പോലെ. ഒരു സിപ്പ് അടിച്ചോ? എനിക്ക് വേണ്ട, ശീലമില്ല. നീ തന്നെ കുടിച്ചാ മതി. ഇവിടെ ജീവിക്കുന്നവരാരും മുലപ്പാലിന് പകരം ബ്രാൻഡി കുടിച്ച് ശീലിച്ചിട്ടുള്ളവരല്ലടാ. ദയവ് ചെയ്ത് നീ ആളെ വിട്. നീ ബോംബെ ജോലി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുടിക്കുന്നവർക്കേ ജോലി കിട്ടത്തുള്ളൂ. ഇവിടെ ഒരുത്തിന് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാമോ? വെള്ളം അടിക്കണം, പെണ്ണ് പിടിക്കണം. നാളെ നീ റോഡിലേക്ക് ഇറങ്ങി നോക്ക്, അപ്പൊ മനസ്സിലാവും നിനക്ക്. ആർക്കടാ എഴുത്ത്? വീട്ടിലേക്ക് എഴുതിക്കോ. ബോംബെ പോയാ പിന്നെ മുരളിയേട്ടൻ എന്നെ ഓർക്കോ? എനിക്കൊരാളെ കുറിച്ചേ ഓർക്കാനുള്ളൂ, നിന്നെ കുറിച്ച് മാത്രം. മറക്കാതിരുന്നാ മതി. അച്ഛനും അമ്മയ്ക്കും തന്നെയാണോ എഴുത്ത്, അതോ വേറെ വല്ല പെണ്ണുങ്ങൾക്കുമാണോ? ഇത് വെറുതെ ചെയ്യണം. നിന്റെ ആലോചന കണ്ടപ്പോ അങ്ങനെ തോന്നി. ഇന്നും മുരളിയുടെ കത്ത് കണ്ടില്ലല്ലോ. എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ എന്തോ. എല്ലാ ആഴ്ചയും അവന്റെ കത്ത് വരുന്നതല്ലേ. ഇപ്രാവശ്യം 2 ദിവസം താമസിച്ചു. നാളെയോ മറ്റന്നാളോ കാണും. നീ വിഷമിക്കാതിരിക്കും. അവന് കുറച്ച് കാശ് അയച്ചു കൊടുക്കണ്ടേ? എനിക്കത് ഓർമ്മയുണ്ട്. മോളെ മോളെ, അച്ഛന്റെ മരുന്ന് എവിടെ? ഇതാ. ആ, എന്താണ് ഈ പെണ്ണെ നീ അവിടെ ചെയ്യുന്നത്? ഇങ്ങോട്ട് ഇറങ്ങി വാ, അല്ലെങ്കിൽ വേണ്ട. നീ അവിടെ നിന്ന് ചാടിയത് ഞാൻ പിടിച്ചോളാം. പിടിച്ചോ. നിന്നെയൊക്കെ കുസൃതിയാണ് നിന്റെ അനിയത്തി. വാ മോളെ. ഹായ്. വാ മോളെ. ചേച്ചിക്ക് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയിരുന്നു. പോടി, കള്ളം പറയാതെ. സത്യമായിട്ട് എഴുതി ചേച്ചി. ചേട്ടൻ ടൂറിലാണെന്ന് അറിഞ്ഞു. എവിടെയൊക്കെ പോയിരുന്നു ചേട്ടാ? ഡൽഹി, കൽക്കട്ട, ബോംബെ, അഹമ്മദാബാദ്, പിന്നെ കാൺപൂർ. മോളെ, സുരേഷ് ടൂറൊക്കെ കഴിഞ്ഞ് എന്നെത്തി? ഞാൻ 10-ാം തീയതി എത്തി. ആ മോളെ, നിനക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. ഇടയ്ക്കൊരു തലവേദന അച്ഛാ. ഡോക്ടറെ കാണിച്ചില്ലേ? ഓ, തലവേദനയ്ക്കൊക്കെ ഡോക്ടറെ കാണിക്കാൻ ഒപ്പോ? മോളെ, നീ ആ എലഞ്ഞിക്കലെ സുഭദ്രയുടെ കല്യാണത്തിന് വരുമെന്ന് വിചാരിച്ചു. ഞാനും അച്ഛനും പോയിരുന്നു. അത് ചേട്ടനില്ലാത്തോണ്ട് എനിക്ക് വരാൻ പറ്റിയില്ലമ്മേ. അയ്യോ മോളെ, വർത്തമാനത്തിനിടെ നിന്നെ ഞാനങ്ങ് മറന്നുപോയി. ആടി. അല്ല, ഞങ്ങൾ വന്നിട്ട് കുറെ നേരമായി.
ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാനോ ഒന്ന് ഇരിക്കാനോ പോലും ആരും ഇതുവരെ പറഞ്ഞു. വാ കാപ്പി കുടിക്കാം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് സുമിത്രയ്ക്ക് ഒരു കാര്യം പറയാം. പറ. ചേട്ടൻ തന്നെ പറ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യമല്ലേ, ആരെങ്കിലും ഒരാൾ പറ. എന്നാ ഞാൻ തന്നെ പറയാം. എന്റെ ചേട്ടന്റെ വീടിനടുത്ത് ഓയിൽ മിൽ നടന്ന ഒരു ഭാർഗവൻ പിള്ളയില്ലേ? അതെ, അറിയാം. അയാളുടെ മകനൊരു പയ്യനുണ്ട്. അവനെ അറിയുമോ? ആ ബാലൻ. ആ കൊച്ചൻ 3-4 പ്രാവശ്യം നിന്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അവനിപ്പോ അമേരിക്കയിലാണ്. 10,000 രൂപ ശമ്പളം ഉണ്ടത്ര. അവന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് എഴുതിയിരിക്കുന്നു. പെണ്ണിനെ കണ്ടുവച്ചിട്ടാണ് അവൻ എഴുതിയിരിക്കുന്നത്. അവന് സുമയെ വേണമെന്നാണ്. എനിക്കിഷ്ടമാണ്, സുമിത്രയ്ക്കും ഇഷ്ടമായി. നിങ്ങൾക്കോ? ഇതൊരു നല്ല ആലോചനയല്ലേ. ഇവളിനി പഠിക്കാനൊന്നും പോകണ്ട, കല്യാണം കഴിച്ച് അയക്കുന്നതാണ് നല്ലത്. അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത്? എനിക്ക് അഭിപ്രായം പറയാമെന്നല്ലാതെ തീരുമാനമെടുക്കേണ്ടത് ഞാനല്ലല്ലോ. മോളെ, നീ എന്ത് പറയുന്നു? എന്റെ പഠിത്തം കഴിഞ്ഞിട്ട് മതിയച്ചാ ഈ ആലോചനയൊക്കെ. അതുവരെ ആ ചെറുക്കം നിൽക്കുവോ? മീനാക്ഷി, അവൾക്ക് പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ നിർബന്ധിക്കരുത്. സുമയ്ക്ക് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് ഈ ആലോചന നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. തിങ്കൾ കലയെ മാറോടണച്ചുവരും ധനുമാസയാമിനികൾ ഈ മധുകേളിയിൽ ഈ രാഗലഹരിയിൽ ഇതൾ ചൂടും മോഹങ്ങൾ ഹൃദയാഭിലാഷങ്ങൾ സ്വപ്നത്തിൽ പോലും മറക്കാൻ കഴിയാത്ത സുരഭി
മറക്കാൻ കഴിയാത്ത സുരഭിയാമന്ന് നീ പാടും രാഗങ്ങൾ പ്രതിഭാവഗീതം സ്വപ്നത്തിൽ പോലും മറക്കാൻ കഴിയാത്ത സുരഭിയാമന്ന് 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 सिगरेट है नहीं थैंक यू ठहरा ठहरा मेरे पतिजन इतने दिन तुम कहाँ था? मेरी प्यारी, मैं दुश्मनों के साथ लड़ रहा था। मुझे लपट लो ना, नहीं तो मैं लपट लूंगा। ऊपर देखेंगे तो आकाश है, नीचे देखेंगे तो सागर, सागर में पानी है। काफी काफी मेरे दिल में काया दोनों गिर पड़ा। खेल तमाशा है। എങ്ങോട്ടാണ് രാവിലെ തന്നെ കുളിച്ച് പൗഡർ ഇട്ട് പോണത്? ഒരിടത്തൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞു, അത് കിട്ടുമെന്നറിയാൻ പോവാണ്. നമ്മളെ കയ്യിലെ ഒരു NOC ഉണ്ട്, ആ മുഴുവനും കേൾക്കുന്നു. 20,000 റുപ്യാണ് അവര് പറയുന്നത്. 18,000 റുപ്യക്ക് നമ്മൾ ശരിയായി തരാം. എന്തേ അതിന് ഈ NOC ഒന്നും വേണ്ട പോക്കറെ. മെല്ലെ പറയുന്നു. നമ്മുടെ കുറിച്ചാൽ അതാണ് നമ്മളെ കയ്യിൽ പൈസ ഇല്ലായിട്ടാണ്. പൈസ ഉണ്ട എങ്ങനെയെങ്കിലും അതെടുത്ത് നമ്മൾ അക്കരക്ക് പോയേനെ. എന്ത് ചെയ്യാണ്? അതുപോലെ നമ്മൾ തലയിൽ വരച്ചത് അങ്ങനെയാണ്. ഒരു ഉത്തരവാദിത്തമുള്ള മനുഷ്യനാണ് ഞാനേ. നമുക്കൊരു പെങ്ങളുണ്ട്, അതിന് തീറ്റി പോറ്റുന്ന പണ്ടാരടക്കം ഈ ഹലാക്കല് കടലൊന്ന് പറ്റി കിട്ടിയാലേ സൈക്കിളെങ്കിലും എടുത്തിട്ട് നമ്മൾ അക്കരക്ക് പോയേനെ. പോക്കറെ എന്തേ വിളിച്ചാ? അവിടെ പോയി എന്തോ ചെയ്യും? പണി തന്നെ. എന്ത് പണി? പാറ് പാരാ. ഓ എന്നാ പിന്നെ ഈ പണി ഇവിടെ തന്നെ ചെയ്യാൻ പാടില്ലേ? പൊന്നാര മുരളിക്ക, നിങ്ങൾക്ക് ഈ അറേബ്യൻ രാജ്യത്തെ പറ്റിയിട്ട് ഒന്നും അറിയില്ലല്ലേ? ഇക്ക അവിടെ അറബിക്ക് ഒരു ചായ കൊടുത്താൽ 500, 1000 ബച്ചീസാരി കിട്ടുന്നത്. ഇവിടെയുള്ള ഈ ഹമക്കയ്ക്ക് ചായ കൊടുത്താലേ ചായന്റെ കായുമില്ല, ബച്ചീസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് കൊടുക്കണം. മനസ്സിലാ? അങ്ങോട്ട് കുടിച്ചാൽ ചായ മോനെ ബൊമ്പൈഹേ. കുടിച്ചിട്ട് ഗ്ലാസും കൂടി വീടിയല്ലേ? വീട് കുറച്ച് തിരക്കാണ്, അങ്ങോട്ട് കുടിച്ചിട്ട് ഗ്ലാസ് തരി. അവിടെ വെച്ച് കുടിച്ചാലേ മോനെ. ഇക്കൊക്കെ എന്നെ എത്ര വൈകിയത്? നേരെ അത്രക്കായോ? ആ, മണി 11 എടുത്തിട്ട് ഒരുപാട് നേരമായി. 12 ആയില്ലല്ലോ. നിങ്ങൾക്ക് ചോറ് വേണ്ടേ? നീ ചോറുന്നോ? ആ, ഞാൻ തിന്നിരിക്കുകയാണ്. പെങ്ങളെ പെങ്ങളെ, എടി ഞമ്മക്ക് അറിഞ്ഞൂടെ ഞാൻ വരാണ്ടിക്ക് ചോറ് തിന്നൂലാന്ന്. ആ കൈ കൊണ്ടിക്ക് കഞ്ചോടി അപ്പം പോയി ചോറ് ആകുമ്പോ പോ. വെള്ളം കൊണ്ടുവെക്ക്.
എവിടെയായിരുന്നടാ? ആ ജോലി അന്വേഷിച്ചുള്ള നടപ്പല്ലേ. എന്നിട്ട് കിട്ടിയോ? ഇന്നൊരു 100 കമ്പനി കയറി ഇറങ്ങി. എല്ലാ കമ്പനിയുടെ വാതിക്കലും ആ ഭീഷണി എഴുതി തൂക്കിയിട്ടുണ്ട്. നോ വേക്കൻസി. ഞാൻ പറയുന്ന ജോലിയൊന്നും നിനക്ക് ഇഷ്ടമല്ല. ആ, നിനക്കൊരു കത്തുണ്ട്. എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ പെണ്ണിന്റെ എഴുത്തായിരിക്കും അല്ലേ? എന്താണ് അവൾ എഴുതിയിരിക്കുന്നത്? നിന്നോട് വലിയ പ്രേമമാണെന്നായിരിക്കും അല്ലേ? എടാ മുരളി, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. ഒരിക്കൽ എന്നോട് ഒരു പെണ്ണ് ഇതുപോലെ പറഞ്ഞതാണ്. പണ്ട് അന്ന് ഞാനത് വിശ്വസിച്ചു. സ്നേഹത്തിന് ഒരു വിലയുമില്ലെന്ന് പിന്നീട് അവൾ തന്നെ എന്നെ പഠിപ്പിച്ചു. നിന്റെ സ്വഭാവം ഇതല്ലേ, അവളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. മുരളി, നിനക്കറിയാമല്ലോ, അന്ന് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. എന്റെ ജീവനേക്കാളേറെ ഞാൻ അവളെ സ്നേഹിച്ചു. ഇവിടെ ഈ ജുഹു ബീച്ചിൽ വെച്ചാണ് ഞാൻ അവളെ ആദ്യമായി കണ്ടുമുട്ടിയത്. മഞ്ഞുപോലെ വെളുത്ത സാരിയാണ് അവൾ ഉടുത്തിരുന്നത്. ചുരുണ്ട മുടി, വലിയ കണ്ണുകൾ, വെളുത്തുമെലിഞ്ഞ ഒരു പെൺകുട്ടി. കടൽക്കിരയിൽ അവൾ കാല് നനയ്ക്കുകയായിരുന്നു. അതിലേ കടന്നുപോയ ഞാൻ അവളെ കണ്ടു. ഒരു വലിയ തിരയിൽ അവൾ അരയറ്റം മുങ്ങി. ഞാൻ ചിരിച്ചു, അവളും ചിരിച്ചു. ചിരിച്ചുകൊണ്ട് ലജ്ജയോടെ നനഞ്ഞ സാരിയും വാരിപ്പിടിച്ച് അവൾ നടന്നകന്നു. അവളുടെ കാൽപ്പാടുകൾ നോക്കി ഞാൻ നിന്നു. ഞങ്ങൾ ദിവസവും കണ്ടു, അടുത്തു. എനിക്കവളെ കാണാതിരിക്കാൻ വയ്യെന്നായി. അത്രമാത്രം എനിക്ക് അവളോട്. എടാ, എന്റെ നെഞ്ചിൽ കൈയോടിച്ചുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞു, ഞാനില്ലെങ്കിൽ അവൾ മരിച്ചു കളയുമെന്ന്. ഞാനത് വിശ്വസിച്ചു. എനിക്ക് എല്ലാവരെക്കാളും പ്രിയപ്പെട്ടത് അവളായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അവളൊരു ദിവസം എന്റെ മുറിയിൽ വന്നു. ഇതാണ് എന്റെ റൂം. വരൂ. ഇരിക്കൂ. ഞാൻ തനിച്ചായതുകൊണ്ട് ഫർണിച്ചേഴ്സ് ഒന്നും വാങ്ങിച്ചില്ല. എല്ലാം നമ്മുടെ കല്യാണത്തിന് വാങ്ങിക്കാം. ആരുടെ കല്യാണത്തിന്? നമ്മുടെ. നോ, ഐ എം വെരി സോറി മിസ്റ്റർ ജോണി. നിങ്ങളോടൊപ്പമുള്ള ഒരു ദാമ്പത്യ ജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ബാഗുമായി നിങ്ങളെ പുറത്തു വെച്ച് കണ്ടപ്പോ ഞാൻ എന്തൊക്കെയോ സങ്കല്പിച്ചു. ബട്ട് ഈ നിലയിൽ ഞാനില്ലെങ്കിൽ നീ മരിച്ചു കളയുമെന്ന് പറഞ്ഞത്? മിസ്റ്റർ ജോണി, എന്നെ കല്യാണം കഴിക്കാനുള്ള അന്തസ്സും യോഗ്യതയും തൽക്കാലം നിങ്ങൾക്കില്ല. ബൈ. സ്ത്രീയെ കുറിച്ചുള്ള എന്റെ എല്ലാ സങ്കല്പങ്ങളും അവൾ തകർത്തു കളഞ്ഞു. സ്ത്രീകളെ വിൽക്കുന്നിടത്ത് ഞാൻ പോയി തുടങ്ങി. എപ്പോഴും എന്റെ മനസ്സിലെ മുറിവ് ഉണങ്ങിയിട്ടില്ലടാ. ആ വേദന മാറ്റാനാണ് ഞാനിത് കയ്യിലെടുത്തത്. നിനക്കറിയാവുന്നൊരു പെണ്ണ്, അവൾ അങ്ങനെയായി പോയി എന്ന് കരുതി എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. എന്റെ സുമയെ എനിക്ക് വിശ്വാസമാണ്. മനസ്സേ നീയോ
ദുഃഖതീരമോ മരുഭൂമി മനസ്സേ നീയൊരലയാഴി ദുഃഖതീരമോ മരുഭൂമി അലയും ഞാനോ നിഴലായി മായും വിരഹവേദനയാലിവിടെ മനസ്സേ നീയൊരലയാഴി ദുഃഖതീരമോ മരുഭൂമി സ്വയംവരമാലം നീരിതളായി തീർന്നാലും വനദേവതൻ രാജാങ്കണങ്ങളിൽ കനകമയൂരം പീലിനീർത്തും മനസ്സേ നീയൊരലയാഴി ദുഃഖതീരമോ മരുഭൂമി മറക്കാനൊരിക്കലും കഴിയാത്ത കഥയുടെ മാറാലയാണെന്നാത്മാവിൽ അനുരാഗ സൗരഭം ചൂടാതെ വീണിടും കഥനത്തിൻ മലരായി ഞാനിവിടെ മനസ്സേ നീയൊരലയാഴി ദുഃഖതീരമോ മരുഭൂമി തകരുന്ന തന്ത്രികൾ വീണ്ടും ഇണക്കിയാൽ ഉണരാതിരിക്കുമോ ഗാനം ഒരു കൊടുംവേനലിൽ വാടിയ വല്ലരി തളിർക്കാതിരിക്കുമോ വീണ്ടും തളിർക്കാതിരിക്കുമോ വീണ്ടും ഹലോ, അതെ, എന്താ സുരേഷ്? എപ്പോ? ശരി, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം. രാവിലത്തെ മരുന്നിന് കൊടുത്താൽ മതി. വൈകുന്നേരം ഒരു ഇഞ്ചക്ഷൻ കൂടെ കൊടുക്കാം. സുമിത്രയ്ക്ക് എന്താണ് മോനെ? അവൾക്ക് നല്ല സുഖമില്ല അച്ഛാ. എന്താണ് അസുഖമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്?
എടാ അവൾക്ക് എന്താണെന്നാ ചോദിച്ചത്? അവർക്ക് ബ്ലഡ് ക്യാൻസർ ആണ്. മിസ്റ്റർ സുരേഷ്, നിങ്ങളുടെ ഭാര്യയുടെ കാര്യം എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ല. എപ്പോഴും എന്തും സംഭവിക്കാം. ചേട്ടാ, കുഞ്ഞിന് പാല്. ചേച്ചിയുടെ അസുഖം ഭേദമാവുമോ ചേട്ടാ? നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. अच्छा माल है। हाँ, ये सब लड़कियां है। इतने दिन किधर गए डार्लिंग? आओ मेरे साथ. എണീടാ. ചളിയർപ്പിക്കില്ലേ? അന്നോട് നമ്മൾ പറഞ്ഞില്ല, ആരോട് കടം പഠിച്ചാലും പെണ്ണുങ്ങളോട് മാത്രം കടം. ഞാൻ അവളോടൊന്നും വാങ്ങിയില്ല എന്റെ പോക്കറെ. അവക്ക് എന്നെ കാണുമ്പോ അവിടെ മരിച്ചുപോയ കെട്ടിയവന്റെ ഓർമ്മ വരുന്ന പോലും. ആഹാ, അത് ഞരമ്പിന്റെ സൂക്കടാ. നമ്മൾ ശരിയായി തരാം. ബാ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് നടക്കുക കാണുന്നത്. നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അകത്ത് പോയി കിടന്നൂടെ? കിടന്നിടുന്ന് മടുത്തേട്ടാ. എനിക്കിപ്പോ ഒന്നുമില്ല, നല്ല സുഖം തോന്നുന്നുണ്ട്. എന്റെ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടിയോ? കിട്ടി. ഇല്ല, അതിലൊന്നുമില്ല. അത് ഞാൻ ഡോക്ടറായി കൊടുത്തിട്ടുണ്ട്. ആ, പിന്നെ നിനക്ക് കഴിക്കാൻ ഡോക്ടർ പുതിയ ടാബ്ലറ്റ് തന്നിട്ടുണ്ട്. ദിവസവും രാത്രി കിടക്കാൻ നേരത്തെ ഓരോന്ന് വിധം കഴിക്കും. ശരി, ചേട്ടന് കുളിക്കണ്ടേ? വേണ്ട, നീ ഇവിടെ നിന്ന് വായിച്ചു. ചേട്ടൻ വന്നു. കുളിച്ചു വരുമ്പോ കാപ്പി കൊടുക്കണം. നീ അകത്തോട്ടില്ലേ? അമ്മ നോക്കട്ടെ മോളെ. എന്റെ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ക്യാൻസർ അല്ലേ? ചേട്ടൻ എന്തിന് എന്നോട് ഇത് ഒളിച്ചു വെച്ചു? ഈ രോഗം വന്നവരാരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ ചേട്ടാ? നീ വേദനിക്കാതെ സുമിത്രേ. പഴയ കാലമല്ലേ ഇത്? നല്ല ഡോക്ടർമാരും മരുന്നുകളുമില്ലേ?
എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയല്ലേ? എനിക്കറിയാം, എന്റെ രോഗത്തിന് ഇതേവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി ഇല്ലേ? ഒരുപാട് കാലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചതുപോലെ. ചേട്ടൻ എനിക്കൊരു കുഞ്ഞിനെയും തന്നു. എനിക്ക് ജീവിതം മടുത്തിട്ടില്ല. ചേട്ടന്റെ കൂടെ ജീവിച്ച് മതിയായിട്ടുമില്ല. ഇത്രയും മതിയെന്ന് ഈശ്വരൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? സുമിത്രേ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ വെറുതെ ഭയപ്പെടുകയാണ്. ഇല്ല ചേട്ടാ, ഞാൻ പോകും, തീർച്ചയാണ്. ഞാൻ പോയാ പിന്നെ ചേട്ടൻ ഒറ്റയ്ക്കാവും. മോള് മാത്രമല്ലേ ഉള്ളൂ. ഞാനില്ലെങ്കിൽ ചേട്ടന് മോളൊരു ബുദ്ധിമുട്ടാവും. മോള് വലുതാവുമ്പോ അവക്കെന്നെ ഓർമ്മയുണ്ടാവില്ല. ചേട്ടൻ എന്നെ കുറിച്ച് അവക്ക് പറഞ്ഞു കൊടുക്കണം, സ്നേഹമുള്ള അമ്മയായിരുന്നു എന്ന്. ഒരു കണക്കിന് ഞാൻ ഭാഗ്യവതിയാണ്. എന്നെ പടിയിറക്കി കൊണ്ടുപോകുമ്പോ ചേട്ടൻ കൂടെ ഉണ്ടാവുമല്ലോ. സുമിത്രേ, ഞാൻ ചേട്ടനെ വേദനിപ്പിച്ചു, ഓർത്തില്ല. വരൂ ചേട്ടൻ. നീ മരുന്ന് കഴിച്ചോ സുമിത്രേ? ഇല്ല. ഇതാ കഴിക്കൂ. ചേട്ടനിരിക്ക. മോളെ നല്ലൊരു ബോർഡിങ്ങിൽ ചേർക്കണം, അതാണ് സൗകര്യം. ചേട്ടൻ ആഴ്ചയിൽ 1 പ്രാവശ്യം പോയി നോക്കണം. പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ മതി. ഓഹോ, ഇത് പറയാനാണോ നീ എന്നെ ഇവിടെ വിളിച്ചിരുത്തിയത്? എനിക്ക് മനസ്സിലായി. നിന്റെ മരണത്തെക്കുറിച്ചല്ലേ നീ വീണ്ടും വീണ്ടും പറഞ്ഞു വരുന്നത്. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? സുഖമില്ലെങ്കിൽ അടങ്ങി കിടക്കണം. എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ചേട്ടൻ എന്നോടൊന്ന് പിണങ്ങാൻ ഞാൻ കൊതിച്ചിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അന്നൊന്നും പിണങ്ങിയില്ല. ഇന്ന് പിണങ്ങി. കണ്ടോ, കരഞ്ഞുപോയി. ഇനി ഞാൻ ചേട്ടനോടൊന്നും പറയില്ല, ഒരിക്കലും വേദനിപ്പിക്കുകയില്ല. വരൂ. സുമിത്രയെ ബോംബെ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചാലോ? സുരേഷിന്റെ സ്നേഹിതന്മാരായ ഡോക്ടർമാർ ഒരുപാട് പേരില്ലേ അവിടെ? അവൾക്കിപ്പോ അങ്ങനെ പേടിക്കേണ്ട അസുഖമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഏതായാലും ഞാൻ ഡോക്ടർ പയ്യെ ഒന്ന് കണ്ടു നോക്കട്ടെ. മോളം ചിരിച്ച് തിരികെ ചേട്ടാ, ചേട്ടാ, മോളെ കൊണ്ടുപോയി.
സുമിത്രേ, സുമിത്രേ, നിനക്ക് ചായ വേണ്ടേ? സുമിത്രേ, 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 സുമിത്രേ. ഇനി ഞാൻ ചേട്ടനോടൊന്നും പറയില്ല, ഒരിക്കലും വേദനിപ്പിക്കില്ല. സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി, ജോബ് റെഡി, അച്യുതൻ നായർ. 34 അതിന്റെ ഹലോ, ഇതാരാണ് മയ്യത്തായത്? മയ്യത്ത് ആര്? ആ പിന്നെ ആർക്കാണ് ഈ മരണക്കമ്പി വന്നത്? നമ്മുടെ മുരളിയുടെ അച്ഛൻ. അല്ലോ റഹ്മാനായ തമ്പുരാൻ, എന്തൊക്കെയാ കേൾക്കണത്? ബാക്കി എപ്പോഴും മയ്യത്തായി ബാക്കി? എടോ പോകറേ, ആ ബാക്കി എന്റെ കുത്തിരി പോകണ്ട പുറപ്പെടി. മുരളിയുടെ അച്ഛൻ മുരളിയെ നാട്ടിൽ ചെല്ലാൻ വേണ്ടി കമ്പി അടിച്ചിരിക്കുക. അങ്ങനെ കമ്പി ഉണ്ടോ? അങ്ങോട്ട് ഇംഗ്ലീഷിലാണ് ഇതിന്റെ കണ്ണട നമ്മൾ എടുത്തിട്ടില്ല. പോട്ടെ. പോകറെ, പൈസ ഉണ്ടേ? അതാ ഇതൊക്കെ കേട്ടപ്പോ നമ്മൾ മനസ്സാകെ കഴിഞ്ഞിപ്പോയി. നമ്മൾ നാളെ വന്നിട്ട് വിളിച്ചതാ. ₹3.40. ये लीजिए. വീട്ടുകാരെ, വീട്ടുകാരെ, ആരാത്? ഞാനാ, നിങ്ങളുടെ നാട്ടുകാരനാ. ഒന്നിങ്ങോട്ടൊന്നേ. ബാപ്പയുണ്ട്? ബാപ്പയോ? ബാപ്പ ഇല്ല. ബാപ്പ എപ്പോ വരും? ബാപ്പ മരിച്ചുപോയി. അയ്യോ കഷ്ടം. ഞങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നു. 1 മാസത്തിന് മുമ്പാണ് എന്നെ വഴിക്ക് വെച്ച് മോനേന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കാപ്പി വാങ്ങിച്ചു തന്നത്. ബാപ്പ മരിച്ചിട്ട് 10-12 വർഷമായി. നാട്ടിൽ വെച്ചാ മരിച്ചത്. എന്നാ എനിക്ക് കാപ്പി വാങ്ങിച്ചു തന്നത് വേറെ വല്ലവരും ആയിരിക്കും. ബാബയെപ്പോലെ തന്നെയായിരുന്നു. ഉമ്മയുണ്ടോ? ഉമ്മയും മരിച്ചുപോയി. അയ്യോ എന്റെ പെങ്ങളെ, കഷ്ടമായി പോയി. നമ്മൾ ഒരു നാട്ടുകാരാ. ഇത്രയും പേര് മരിച്ചിട്ട് എനിക്കൊന്നും ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. നിങ്ങൾ എവിടെയുള്ളതാ? അപ്പോ എന്നെ മനസ്സിലായില്ല അല്ലേ? പെങ്ങളെ നാട് എവിടെയാ? എറണാകുളം. എറണാകുളവും? അത് തന്നെ എന്റെ നാടും. ആ പിന്നെ പെങ്ങളെ, ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാ. വരുന്ന വഴിക്ക് മോട്ടാർ സൈക്കിൾ കേടായി. ഇത് ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ ആരെയെങ്കിലും വിളിച്ചോണ്ട് വന്ന് നന്നാക്കി എടുത്തോണ്ട് പൊയ്ക്കോളാം. നോയിക്കൊള്ളൂല്ലോ. ഞാൻ പോട്ടെ, ഞാൻ പൊയ്ക്കോട്ടെ. പെങ്ങളെ, പിന്നെ ഞാൻ എന്റെ കൂളിംഗ് ഗ്ലാസ് എവിടെയോ വെച്ച് മറന്നുപോയി. അകത്തുണ്ടോ? ഞാനൊന്ന് കയറി നോക്കോട്ടെ. അത് നിങ്ങൾ അകത്ത് വന്നില്ലല്ലോ. ആ ശരിയാണ്, ഞാൻ വന്നില്ല അല്ലേ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. അല്ല സാറെന്താ നടന്നു വരുന്നത്? വണ്ടി കേടാക്കി. അതോ നല്ലൊരു വണ്ടി ആയിരുന്നല്ലോ സാർ, എന്തിനാ വടക്കാക്കി? ഞാൻ വണ്ടിയിൽ വരുമ്പോ വഴിക്ക് വെച്ച് നല്ലൊരു പെണ്ണിനെ കണ്ടു. അവളെ ഒന്ന് വളച്ചെടുക്കാൻ വേണ്ടി വണ്ടി കേടാക്കി അവളുടെ വീട്ടിൽ കയറ്റി വെച്ചു. അവള് എളുപ്പം വീഴുന്ന ലക്ഷണമൊന്നുമില്ല. എന്നാലും 4-5 ദിവസത്തിനകം ഞാൻ അവളെ പൊക്കലും താക്കലും തന്നെയല്ലേ സാറിന്റെ തൊഴില്. ആ നടക്കട്ടെ നടക്കട്ടെ. എന്നാ ഞമ്മള് നടക്കട്ടെ. ഓക്കെ. എന്താ സാറ്? അല്ല പോക്കറോ? സാറെന്താണോ എനിക്ക് ചായ കൊണ്ടുവരാഞ്ഞു? ആ ചായയൊക്കെ കൊണ്ടുവരാ. ഞാനേ ചായയും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴേ
വഴിയിൽ വെച്ചിട്ട് സാറിന്റെ അപ്പൻ മുത്തു മോനേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കളിച്ചിട്ട് ചായ വാങ്ങി അങ്ങോട്ട് കുടിച്ചോ. എന്റെ അപ്പനും താൻ എന്താണോ പറയുന്നത്? എന്റെ അപ്പം മരിച്ചിട്ട് എത്ര വർഷമായി? അല്ലോ സാറിന് എപ്പം മരിച്ചു പോയോ? ആ എന്നാ വേറെ വല്ലതിന്റെ അപ്പനായിരിക്കും. കണ്ടാലേ സാറിന് അപ്പനെ പോലെ തന്നെ ഇരിക്കുന്നു. നീ തമാശ പറയാ, ചായ കൊണ്ടുപോടാ. ആ ചായ കൊണ്ടുവരാ. അല്ല, സാറിനൊരു പെങ്ങളുണ്ടായിരുന്നല്ലോ, അവൾ എവിടെയാ? അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെ ഡൽഹിയിലെ. ആ സാറിന്റെ പെങ്ങളായതുകൊണ്ട് അവളെ എനിക്കൊന്ന് പൊക്കിയാ കൊള്ളാമെന്നുണ്ട്. സാറേ, സാറിന്റെ പെങ്ങളെ പറ്റി പറഞ്ഞപ്പോ വേദനിച്ചു അല്ലേ? ഞാൻ പറയുക മാത്രമാണ് ചെയ്തത്. നിങ്ങളെന്റെ പെങ്ങളെ ചീത്തയാക്കാനാണ് ശ്രമിച്ചത്. സാർ ഇന്നലെ മോട്ടോർ സൈക്കിൾ കൊണ്ടുവച്ചത് എന്റെ വീട്ടിലാണ്. എന്റെ പെങ്ങളെ പറ്റിയാണ് സാർ ഇന്നലെ എന്നോട് തന്നെ പറഞ്ഞത്. സാറേ, ഉമ്മയും ബാപ്പയും മരിച്ചപ്പോ ഞാൻ എന്റെ പെങ്ങളെ നാട്ടിൽ നിർത്താതെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ കൂടെ താമസിപ്പിച്ചത് അവളെ ആരും ചീത്തയാക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ സാറിനെ പോലെ കള്ളു പിടിച്ചും പെണ്ണു പിടിച്ചും ഈ ബോംബെയിൽ ജീവിക്കാത്തത് എന്റെ പെങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. സാറേ, ഇവിടെ ഇതിനു വേണ്ടി ഇരിക്കുന്ന എത്രയോ പെണ്ണുകളുണ്ട്. സാറ് എനിക്കൊരു ഉപകാരം ചെയ്യണം. നാളെ ഞാൻ മരിച്ചു പോയാലും സാറ് ഈ ഉദ്ദേശത്തോടു കൂടി എന്റെ വീട്ടിലേക്ക് വരരുത്. പോക്കരെ, എനിക്ക് തെറ്റുപറ്റി. എന്നോട് ക്ഷമിക്കൂ. പോക്കറിന്റെ സഹോദരിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാനിതെല്ലാം ചെയ്തത്. ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല. ഐ എം വെരി സോറി. മോനെ, ഞാനിന്ന് കോട്ടയം വരെ പോവുക. മടങ്ങി വരാൻ 3-4 ദിവസം കഴിയും. പോകുന്ന വഴി സുമിത്രയുടെ വീട്ടുകാരാ. മോളെ ഒന്ന് കാണാമല്ലോ. മടങ്ങി വരുമ്പോ മോളെ കൂടി കൊണ്ടുവരൂ. ആ ശരി. മോനെ, കഴിഞ്ഞ ആഴ്ച വടക്കേടത്ത് കൊച്ചുപിള്ള വന്നിരുന്നു. നിനക്കൊരു വിവാഹം ആലോചിക്കാനാണ് അദ്ദേഹം വന്നത്. പെണ്ണിനെ നീ അറിയും. താലൂക്ക് ഓഫീസിലെ ഹെഡ് ക്ലാർക്ക് കൃഷ്ണപിള്ളയുടെ മകളാണ്. ഞായറാഴ്ച രാവിലെ നീ കൊച്ചുപിള്ളയുടെ കൂടെ പോയി ആ പെണ്ണിനെ ഒന്ന് കാണണം. എനിക്കിപ്പോ വിവാഹം വേണ്ട. ആ പെണ്ണിന്റെ 3 ആങ്ങളമാരും പേർഷ്യയിലാണ്. കല്യാണം കഴിഞ്ഞ ജോലിക്കെന്നും പറഞ്ഞ് നീ അറിയേണ്ടി വരില്ല. അവർ നിന്നെയും പേർഷ്യയിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. എനിക്കിത് ഇഷ്ടമല്ല. സുമതിയെ സുരേഷിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ മിസ്റ്റർ തമ്പിക്ക് ഇഷ്ടമല്ലെന്നുണ്ടോ? എനിക്കെതിർപ്പില്ല. എന്നാലും അവളോടൊരു വാക്ക് ചോദിക്കണ്ടേ? എനിക്കിഷ്ടമില്ല അച്ഛാ. സുരേഷിനെ എന്റെ ചേട്ടനായിട്ടല്ലാതെ എന്റെ ഭർത്താവായി സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല. മോളെ, സുരേഷ് മറ്റൊരു വിവാഹം കഴിച്ചാൽ മുണ്ടുമോടെ സ്ഥിതി എന്താകും? അതെങ്കിലും നമ്മൾ ആലോചിക്കണ്ടേ? മോളെ, സുരേഷ് നല്ലവനാണ്. വേണ്ട, അവളെ നിർബന്ധിക്കണ്ട. മീനാക്ഷി, സുമിത്ര മരിച്ചുപോയി. ഇനി അവളെക്കുറിച്ച് ഓർക്കേണ്ടത് ഞാനും നീയും അവളുടെ കുഞ്ഞുമാണ്. അവൾക്ക് വേണ്ടി ഇവളെന്തെങ്കിലുമൊക്കെ സഹിക്കണം. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതമാണ് പ്രിയപ്പെട്ടത്. സുമതി, അച്ഛൻ ഈ കാര്യത്തിലാണ് എന്നെ വരുത്തുന്നത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എനിക്ക് നിന്നേക്കാൾ വലുതായി ഒന്നുമില്ല. നീയും കൂടെ നഷ്ടപ്പെട്ടാൽ ജീവിച്ചാലും മരിച്ചാലും അതെന്റെ മുരളീട്ടനോടൊപ്പമായിരിക്കണമെന്നാണ് എന്റെ ആശ.
മുരളിയേട്ടൻ എന്നെ വിവാഹം കഴിക്കില്ലേ? തീർച്ചയായും. സാറ് പച്ചമരുന്ന് പോലെയാണല്ലോ, അത്യാവശ്യത്തിന് തെരഞ്ഞെടുത്താൽ കിട്ടൂല. എന്താ പോകണ കാര്യം? സാറ് ഇപ്പൊ നമ്മളെ കൂടെ വരികയാണെങ്കിൽ അന്നാണ് ഒരു ബിരിയാണി കൊടുത്തത്. ആ പിന്നെ നമ്മൾ പെങ്ങളെ കല്യാണ ഇവിടെ വെച്ചല്ല, നാട്ടിൽ വെച്ച്. നാളെ നമ്മള് പെങ്ങളും കൂട്ടി പുറപ്പെടും. പിന്നെ 1-2 മാസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുള്ളൂ. എന്നാലേ പോക്കറിന് ഞാനൊരു നെയ്ച്ചോറ് വാങ്ങിച്ചു തരാൻ പോവാ. അതേത് വക? സാറും മുന്നിട്ട് പോകണം. ഹലോ, ഞാൻ റൂമെല്ലാം കാലി ചെയ്ത് കൽക്കട്ടയിലേക്ക് പോകാൻ പോവാ. അവിടെ ഒരു ട്രെയിനിങ് ഉണ്ട്, വരാൻ 5-6 മാസമാകും. അപ്പോഴേ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. മുരളിയുടെ എഴുത്തുണ്ടായിരുന്നു, പോക്കറിനെ അന്വേഷിച്ചിട്ടുണ്ട്. ആവോ, മുരളി സാറിന് ജോലി വല്ലതായോ? ആ, അവനുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ബോംബെ വിട്ട് പോകില്ലായിരുന്നു. തനിച്ചിരുന്ന് ബോറടിച്ചു പോയി പോക്കറെ. ആ പോക്കറെ, ആ പോക്കറെ. എന്തിനത്? ഇത് കയ്യിലിരിക്കട്ടെ. നസീമയുടെ കല്യാണമല്ലേ, ഈ സഹോദരന്റെ ഓർമ്മയ്ക്കായി അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അച്ഛൻ നടത്തുമെന്ന് പറഞ്ഞ നടത്തും. അത്രയ്ക്ക് വാശിക്കാരനാ. ഞാൻ ജോണിക്ക് കത്തെഴുതിയിട്ടുണ്ട്. നമുക്ക് നാളെ തന്നെ ബോംബെക്ക് പോവാം. എന്താ സുമതിക്കൊരു വിഷമം പോലെ? ഒന്നുമില്ല, ബിന്ദുമോളെ വിട്ടേച്ച് പോകുന്നതല്ലേ എനിക്ക് വിഷമമുള്ളൂ. മദനന്റെ കൊട്ടാരം തേടി പോകുന്ന മണിപ്പിറാവുകളെ, ഇണപ്പിറാവുകളെ. മദനന്റെ കൊട്ടാരം തേടി പോകുന്ന മണിപ്പിറാവുകളെ, ഇണപ്പിറാവുകളെ. മധുരക്കിനാവുകൾ പൂവിട്ട താഴ്വരയ്ക്ക് ഇവിടെ നിന്നെന്തു ദൂരം. മധുരക്കിനാവുകൾ പൂവിട്ട താഴ്വരയ്ക്ക് ഇവിടെ നിന്നെന്തു ദൂരം. എങ്ങോ മനസ്സിന്റെ സ്വപ്നതീരം. റംസാൻ ചന്ദ്രിക പൂപ്പുട നിവർത്തുന്ന രുക്സാനാ മണിമുകിലുകൾ വിരിയുന്ന പൂമാനത്തോ ഭൂമിയിലോ പവിഴച്ചിറകുള്ള പനിനീർക്കടലിന്, പവിഴച്ചിറകുള്ള പനിനീർക്കടലിനു അക്കരയോ ഇക്കരയോ. തന്റെ കൊട്ടാരം തേടി പോകുന്ന മണിപ്പിറാവുകളെ, ഇണപ്പിറാവുകളെ.
പകൽ കിളിക്കിണയായി ഇരവിന് കിട്ടിയ പറുദീസയ്ക്കെന്തു ദൂരം. മദനന്റെ കൊട്ടാരം തേടിപ്പോകുന്ന മണിപ്പിറാവുകളെ, ഇണപ്പിറാവുകളെ, മദനന്റെ കൊട്ടാരം തേടിപ്പോകുന്ന മണിപ്പിറാവുകളെ, ഇണപ്പിറാവുകളെ. സ്റ്റേഷന്റെ പുറത്ത് കാത്തു നിൽക്കണമെന്നായിരുന്നല്ലോ ഞാൻ എഴുതിയിരുന്നത്. ശരി, നമുക്ക് എന്റെ മുറിയിലേക്ക് പോവാം. വാ. कौन? ജോണി वो घर खाली करके चला गया. കിതറ മാലും. मालूम नहीं. ജോണി ഇവിടുന്ന് മുറി ഒഴിഞ്ഞു പോയി. നമുക്ക് പോക്കറിന് പിടിച്ച് നോക്കാം. പോക്കർ അവിടെ പോയി. പോക്കർ പെങ്ങളെ കല്യാണത്തിന് നാട്ടിൽ പോയിരിക്കാം. വരാൻ 1-2 മാസം കഴിയും. टैक्सी नहीं, टैक्सी चलेगा? नहीं आएगा. तुम? चलो चलो, यहाँ आइए साहब. मुंह बंद करो.
അതെ, സാറിപ്പോ ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഈ വലിയ നഗരത്തിൽ ഇത് സ്വാഭാവികമാണ്. എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകണം? ഞങ്ങൾ നാട്ടിൽ നിന്ന് വരികയാണ്. എന്റെ ഒരു സ്നേഹിതന്റെ അഡ്രസ്സിലാണ് വന്നത്. പക്ഷേ അവനിപ്പോ അവിടെ ഇല്ല. വല്ല ലോഡ്ജിലൊരു മുറിയെടുത്ത് താമസിക്കാമെന്ന് കരുതിയപ്പോഴാണ്. ഓഹോ, ശരി. ഞാൻ പോകുന്ന വൈകിട്ട് ലോഡ്ജ് ഉണ്ട്. ഞാൻ അവിടെ വിട്ടു വരാം. വരൂ. റൂം ഹൈദർ. എന്നാൽ നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളൂ. ഇതാണ് ലോഡ്ജ്. ശരി സാർ. അച്ഛാ, താങ്ക് യു വെരി മച്ച് सर. एक रूम चाहिए. ഡബിൾ റൂം? हाँ, डबल रूम. മുരളിയുടെ കൂടെയാണ് പോയതെങ്കിൽ മിക്കവാറും ബോംബെയിൽ കാണും. അവിടെ എനിക്ക് പരിചയമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട്. ബോംബെ വരെ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വന്നത്. വേണ്ട, ആരും അന്വേഷിക്കണ്ട. അച്ഛൻ ഇങ്ങനെ പറയുന്നത് ഇപ്പോഴുള്ള ദേഷ്യം കൊണ്ടാണ്. ദേഷ്യം മാറിക്കഴിയുമ്പോൾ അത് പിന്നെ സങ്കടമാവും. ഇല്ല സുരേഷ്, ഈ കുടുംബത്തോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ സുരേഷ് സുമതി അന്വേഷിക്കരുത്. പുകഞ്ഞ കൊള്ളി പുറത്ത്. സുമിത്ര മരിച്ചിട്ടില്ല, സുമതിയാണ് മരിച്ചത്. ജോണി അന്വേഷിക്കുന്നതുകൊണ്ട് ഇനി വലിയ പ്രയോജനമൊന്നുമില്ല. തൽക്കാലം 1-2 ദിവസം നോക്കിയിട്ട് താമസിക്കാം. പിന്നെ എന്തെങ്കിലും ആലോചിക്കാം. നമ്മൾ എവിടെയോ എത്തി അല്ലേ? ഇങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത്? ദുഃഖം തോന്നുന്നുണ്ടോ? എന്തിന്? മുരളിയേട്ടൻ എന്റെ കൂടെ ഉണ്ടല്ലോ. ശരി, നീ കിടന്നോളൂ. हेलो, यस स्पीकिंग. कौन से होटल में? अच्छा, मैं आता हूं, अभी आता हूं. Yes. चलो साहब, हम कुछ नहीं बोलने का. चलो स्टेशन में, बाहर चलो. हाँ,
हेलो मिस्टर मैथ्यू, कैसे आना हुआ? मैं आपका इंतजार कर रहा था. ये मेरा पिटीशन. राइटर, इसकी रजिस्टर में एंट्री कर दो. आप 2 दिन के बाद आइए. ठीक है. अच्छा, मैं चलता हूं. थैंक यू. इंस्पेक्टर साहब, आपको बहुत बड़ा गलती हो गया. कैसे? ये दोनों पति और पत्नी है. आप इन्हें जानते हैं? मैं इन्हें अच्छी तरफ जानता हूं. ठीक है, आप इन दोनों को ले जा सकते हैं. थैंक यू. इट्स ऑल राइट. चलो. എവിടെയാണ് ഞാൻ നിങ്ങൾ വിടേണ്ടത്? ലോഡ്ജിലാണെങ്കിൽ അവിടെ വീണ്ടും റെയ്ഡും മറ്റും നടന്നേക്കാമെന്ന് പറയുന്ന ചില കാര്യങ്ങളാണ് അതിന് പിന്നിലുള്ളത്. ഞങ്ങൾക്ക് ലോഡ്ജിലേക്ക് പോകണമെന്നില്ല. തൽക്കാലം വേണമെങ്കിൽ എന്റെ വീട്ടിൽ കഴിയാം. നാളത്തെ വണ്ടിക്ക് നിങ്ങളെ ഞാൻ നാട്ടിലേക്ക് അയക്കാം. ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നില്ല. എന്നാൽ മുരളി ഒരു ജോലി കണ്ടുപിടിക്കൂ. അതുവരെ എന്റെ കൂടെ തന്നെ കഴിയാം. പോകുന്ന വഴിക്ക് നമുക്ക് ആ ഹോട്ടൽക്കാർ നിങ്ങളുടെ ബാഗും മറ്റും എടുത്തിട്ട് പോകാം. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ചില കാര്യങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത്. ആ പെണ്ണ് കൊല്ലാം കേട്ടോ. നാളെ തന്നെ അവളെ അങ്ങോട്ട് അയക്കണം. പിന്നെ ഇതൊക്കെ വെച്ച് താമസിപ്പിക്കാൻ പറ്റിയ കാര്യമാണോ? അവന്റെ കാര്യം വലിയ ബുദ്ധിമുട്ടായല്ലോ. അവൻ അവളുടെ പിറകെ നിന്ന് മാറുന്നില്ല. അവനെ നാളെ തന്നെ ഒഴിവാക്കാം. ആ, നീ അവർക്ക് കിടക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തോ? കൊടുത്തു. ഗുഡ് മോർണിംഗ് സർ. ആ, മാനേജിംഗ് ഡയറക്ടർ മിസ് മൂർത്തിയുടെ കയ്യിൽ തന്നെ കൊടുക്കണം. മുരളിക്ക് ജോലി കിട്ടും. വളരെ ഉപകാരം സർ. അച്ഛാ, ആ, ഡ്രൈവറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാർ പോയിക്കോളൂ. അങ്ങനെ ആവട്ടെ. സുമതി, മുരളിക്ക് ഇവിടെ ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് ഇവിടെ തനിയായി വീടെടുത്ത് സുഖമായി ഇവിടെ താമസിക്കാമെന്ന് പറയുന്ന ചില കാര്യങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത്. ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് ദൈവം കാണിച്ചു തന്നാണ് നിങ്ങളെ. ആ, വരൂ സുമതി. ഹലോ, ആ, മാനേജിംഗ് ഡയറക്ടർ മിസ് മൂർത്തി അല്ലേ? ഞാൻ മാത്യൂസ്. നമസ്തേ. പിന്നെ എന്തുണ്ട് വിശേഷം? ആ, പിന്നെ ഞാനൊരാളെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വന്നതാ. എന്റെ ഒരു സ്വന്തക്കാരൻ പയ്യനാ. എന്തെങ്കിലും പറഞ്ഞ് ഒരു 3-4 ദിവസം അവിടെ നിർത്തണം. ജോലി കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അവനതിന്റെ ആവശ്യമില്ല. നാട്ടിൽ അത്രയേറെ സൗകര്യമുള്ള ഒരു പയ്യനാണെന്ന് പറയുന്ന ചില കാര്യങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത്. ആ, വേണ്ട വേണ്ട വേണ്ട, കൊടുക്കണ്ട കൊടുക്കണ്ട. പിന്നെ അവനോട് അവനോട് കാര്യം തുറന്നു പറയരുത് കേട്ടോ. ഹോട്ടലെങ്കിൽ ഹോട്ടൽ, ക്വാർട്ടേഴ്സ് എങ്കിലും ക്വാർട്ടേഴ്സ്. എന്തായാലും 3-4 ദിവസം അവനെ അവിടെ നിർത്തണം എന്ന് പറയുന്ന ചില കാര്യങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഓക്കെ? ആ, ഫെർമിലുങ്ക. താങ്ക് യു. സുമതയെ കൊണ്ടുവന്നു. മുറിയിലിരുത്തിയിട്ടുണ്ട്. അവൾ എല്ലാം കൊണ്ടും ഭാഗ്യവതിയാണ്. അതെന്താ? അവൾ ഇവിടെ വന്ന് കയറിയതേ ഉള്ളൂ. ഒരു ഗംഭീരം പാർട്ടി വന്നു. ആരാ? ഒരു അറബി. അയ്യോ,
അതിനൊന്നും ആയിട്ടില്ല. ആദ്യം അവളെ ഒന്ന് മയപ്പെടുത്തിയെടുക്കാം, എന്നിട്ട് മതി. ഉം. എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? ഇതെങ്ങനെയുള്ള വീടാണെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിൽ അതനുസരിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. ഞാനോ? അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ ഒരു പ്രത്യേകതയുമില്ല. ഇവിടെ ആവശ്യം യൗവനവും സൗന്ദര്യവുമാണ്. നിനക്കത് ആവശ്യത്തിലേറെയുണ്ട്. ആദ്യം നിന്നെ കണ്ടപ്പോഴേ എന്റെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് നീ കൂടിയേ തീരൂ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഹോട്ടലിലേക്ക് അയച്ചത്. നിങ്ങൾ ഇത്ര ഭയങ്കരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇവിടെ നിൽക്കില്ല, എനിക്ക് പുറത്തു പോകണം. കുഞ്ഞേ, ഇതിനേക്കാൾ ഉച്ചത്തിൽ എത്രയോ പെൺകുട്ടികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഈ ചുമരുകൾ മറുപടി പറഞ്ഞിട്ടില്ല. മര്യാദയ്ക്ക് ഞാൻ പറയാണ്, എന്നെ എന്റെ മുരളേട്ടന്റെ അടുത്തേക്ക് കൊണ്ടുവിടാൻ. നീ എന്തിനാണ് അവന്റെ അടുത്തേക്ക് പോകുന്നത്? കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവുമായി ജീവിക്കാനല്ലേ? നിന്നെ തിരക്കി എത്രയോ മുരളിയേട്ടന്മാർ ഇവിടെ വരും. നീ സ്നേഹിക്കുന്ന മുരളിയേട്ടനല്ല, നിന്നെ സ്നേഹിക്കുന്ന മുരളിയേട്ടന്മാർ. അവരെനിക്കും നിനക്കും ആവശ്യമുള്ളതെല്ലാം തരും. അങ്ങനെ ജീവിക്കാൻ എന്നെ നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ എന്റെ മുരളേട്ടന്റെ അടുത്തേക്ക് പോവാണ്. എടേ, ഈ കെട്ടിടത്തിലെ വാതിലുകൾ പെണ്ണുങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ളതല്ല, അകത്തേക്ക് കടന്നു വരാനുള്ളതാണ്. എടാ ദുഷ്ട, നീ ഇതിനാണ് ഞങ്ങൾ ജാമ്യത്തിൽ ഇറക്കിയത് അല്ലേ? എവിടെ എന്റെ മുരളേട്ടൻ? സുമേ, 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 സുമേ. ആന്റി, സുമ എവിടെ? അവൻ എവിടെ പോയി? എന്റെ കുഞ്ഞ്, അവൾക്ക് സാരിയും ബ്ലൗസും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഷോപ്പിങ്ങിന് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് കടയിൽ വലിയ തിരക്കായിരുന്നു. എല്ലാം വാങ്ങിക്കഴിഞ്ഞ് നോക്കിയപ്പോ അവളെ കണ്ടില്ല. എവിടെ പോയിന്ന് അറിയില്ല. സാർ എവിടെ? പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയാണ്. വേഗം വരാമെന്ന് പറഞ്ഞാണ് പോയത്. എത്ര മണിക്കാണ് അവളെ കാണാതായത്? 11 മണിയായി കാണും. ആ, സുമതയെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ? അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ഇതൊരു വലിയ സിറ്റി അല്ലേ, സമയമെടുക്കും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അവൾ എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. കരൺ, നമ്മുടെ മലയാളികൾക്ക് ചൂടുള്ള ചായ കടുപ്പിച്ച ചായ.
കുടിയുറപ്പിക്കല പട്ടി. അത് നമുക്ക് സംശയമായി. ഈ കൊടും കാറ്റ് പോലുള്ള കാറ്റത്ത് എവിടെയാണ് ബായി കയറുണ്ടാക്കുക? നമ്മള് കയറായിട്ട് തന്നെ കൊണ്ടുവന്നു കേട്ടോ. ആ ബാഗ് കുടിച്ചിട്ട് കപ്പ് ചെയ്തോ അത് വെച്ച് തിരിഞ്ഞു കളിച്ച അങ്ങോട്ടാ. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോ കയറായിട്ട് വരട്ടാ. ഇപ്പോഴും ആക്കിയാ മതി. അങ്ങനെ ആട്ടെ. കച്ചവടം കമ്മിയാണല്ലോ. ആ ചായ ചായ ചാരായാണെങ്കിൽ ആരെയും മേടിച്ച് കുടിച്ചോളൂ. ആ ചായയോ അല്ല ചായ 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 വണ്ടി നിർത്തു. പള്ളിച്ചാരി ജോണി സാറോ? നമ്മൾ വിചാരിച്ച് കോള അടിച്ചിരുന്നു. അല്ല പിന്നെ പോക്കർ ചായ കച്ചവടം തുടങ്ങിയോ? വല്ലവന്റെയും ചായ വെച്ചിട്ട് ഞമ്മക്ക് എന്ത് കിട്ടാണ് സാറേ? അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ തുടങ്ങി. അല്ലേ സാറിന്റെ ഡ്രൈവിംഗ് കഴിഞ്ഞോ? എടോ ഡ്രൈവിംഗ് അല്ല ട്രെയിനിങ്. ഇത് പണ്ടാണെങ്കിൽ ആകട്ടെ, അത് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. എനിക്കവിടെ ബോറടിച്ചു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ആ ഞാൻ പോക്കറിനെ അന്വേഷിച്ച് വരികയായിരുന്നു. പോക്കർ മുരളി എവിടെയെങ്കിലും കണ്ടോ? ഇല്ല. മുരളി സാറ് ഇവിടെ ബോംബെയിലുണ്ടോ? എന്റെ പഴയ റൂമിൽ മുരളി അയച്ച ഒരു കത്ത് കിടക്കും. അതിലവൻ ബോംബെയിലേക്ക് പുറപ്പെടുന്നുണ്ടെന്ന് എഴുതിയിരുന്നു. ആ ഇവിടെ വന്നിട്ട് സാറ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു പോയി കാണും. അല്ല സാറ് ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്? ബാന്ദ്രയിലാണ്. ബാന്ദ്രയിൽ എവിടെ? ആരാം ലോഡ്ജ്. ജോണി സാറും സാറിനെ തിരക്കി എത്ര നാളായി ഞാൻ നടക്കുന്നു. സാർ എവിടെ ആയിരുന്നു? താൻ തന്റെ പഴയ തൊഴിൽ ഈ നിർത്തിയില്ലേ? നമ്മള് പോട്ടെ സാറേ. പോട്ടെ. ചായ ഉണ്ടോ? ആ ചായ ഉണ്ടായി പൈസ കൊടുക്കാനാ. എന്നെപ്പോൾ ചക്കാത്ത വെക്കാല്ല. ആളും പെണ്ണല്ലാത്ത നമുക്ക് അക്കാത്തിന് ചായ കൊടുക്കല പോലും. ബാക്കി ആരും ചായ കണ്ടിട്ടില്ല. എടോ താൻ എവിടേക്കാ? സാറിനെ കൊണ്ടുപോയി വിടാൻ. വേണ്ട, ഞാൻ അതൊക്കെ നിർത്തി. എന്റെ പൊന്ന് സാറേ, സാറിനെ പോലെയുള്ളവരുടെ സഹായത്തിലാ ഞാൻ ജീവിക്കുന്നത്. എന്റെ പിഴപ്പ് മുട്ടിക്കല്ലേ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒരു പുതിയ സ്ഥലത്ത് ഞാൻ സാറിനെ കൊണ്ടുപോകാം. അവിടെ എല്ലാം നല്ല പൂത്താൻ കലം പോലുള്ള സാധനങ്ങളാ. കൊട്ടിയാൽ ഡൊക്ക് ഡൊക്ക് എന്ന് ശബ്ദം കേൾക്കും. അത്രയ്ക്ക് ഫ്രഷാ. ശരി, കേറിക്കോ. ഓ ശരി. ചലോ. സാർ, ജോലി രാജിവെച്ചു പോയ എന്റെ ഒരു പഴയ സ്ഥിരം കസ്റ്റമർ ഒരു പുനരാരംഭത്തിന് ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ കേരള ക്വീൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കളയാ. ആളവിടെ താഴെ ഇരിപ്പുണ്ട്. വിളിക്കും. സാറേ വന്നാട്ടെ. വലതുകാലെടുത്ത് വെച്ച് മിലിറ്ററിയാണോ? പണ്ടായിരുന്നു, ഇപ്പോഴല്ല. നീ മലയാളിയാണല്ലേ? നീ പുതിയതാണെന്ന് മാത്യൂസ് പറഞ്ഞു.
ശരിയാണെന്ന് തോന്നുന്നു. എടി, നിന്റെ പേരെന്താ? സുമതി. ഏ? മാത്യൂസ് ഇട്ട പേരല്ല ചോദിച്ചത്, നിന്റെ അപ്പനും അമ്മയും ഇട്ട പേരാ. നീ അടുത്തു വാ. അതെന്താടി നീ പിറകോട്ട് നടക്കുന്നത്? നീയും കുടിച്ചിട്ടുണ്ടോ? എടി, ആ മാത്യൂസ് ഉണ്ടല്ലോ, അവൻ ഭയങ്കരനാ. നീ പുതിയതാണെന്നും പറഞ്ഞ് ഒരുപാട് കാശ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. നിന്നെ കണ്ടിട്ട് എന്റെ കാശ് പോക്കല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ ഇതെന്റെ ആദ്യ രാത്രി ഒന്നും അല്ല. നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്, ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തു. ശരി, ഞാനൊന്നും ചെയ്യുന്നില്ല. എന്റെ പിന്നാലെ പലരും വരും. അവര് നിന്നെ വെറുതെ വിടുമെന്ന് എന്താണ് ഉറപ്പ്? അവര് നിന്നോട് കാണിക്കാത്ത സൗജന്യം ഞാൻ എന്തിനു കാണിക്കണം? ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. അയാൾക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. ശരി, ഒരിക്കലൊരുത്തി എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് എന്നോട് പറഞ്ഞു. അവൾ മരിച്ചില്ല. പിന്നെ പലരും പറഞ്ഞു, ആരും മരിച്ചില്ല. നീയും മരിക്കില്ല. ഇതാ, ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ വരുന്ന എല്ലാവരും ചെയ്യുന്നതേ ഞാനും ചെയ്തിട്ടുള്ളൂ. പാർവതചന്ദ്രികേ നീ കണ്ടു, പാർവതചന്ദ്രികേ നീ കണ്ടു, എന്റെ പ്രാണേശ്വരിയും നിന്നെ പോലെ ഏകാകിനിയായി ഞാനറിയാതെ ഏതോ വീതിയിൽ അലയുന്നുവോ. ഏകാകിനിയായി ഞാനറിയാതെ ഏതോ വീതിയിൽ അലയുന്നുവോ. പാർവതചന്ദ്രികേ നീ കണ്ടുവോ? ചിറകുള്ള കാറ്റിൽ തിരകളുയർത്തും ചില്ലു കൊട്ടാരത്തിൻ തിരുനടയിൽ
നീ കണ്ടുവോ എന്റെ സഖി പത്മരാഗം കൊണ്ട് ജലദേവതമാ പകിട കളിക്കും മണിയറയിൽ നീ കണ്ടുവോ എന്റെ സഖി ഈ മൗനരാവിൽ ഈറന്നിലാവിൽ തേടുന്നതിന് ഞാനെവിടെ പാർവണ ചന്ദ്രികെ നീ കണ്ടുവോ മലയാളങ്ങൾ മന്മഥനന്ദിനികൾ സ്വപ്നങ്ങൾ കൈമാറും പൊയ്കകളിൽ നീ കണ്ടുവോ എന്റെ സഖിയേ മംഗല്യവേദിയിൽ മധുവിധുരാത്രിയിൽ മനസ്സുകൾ പൂക്കുന്ന നിമിഷങ്ങളിൽ നീ കണ്ടുവോ എന്റെ സഖിയേ ഈ മോഹഭംഗവും ഈ ശോകഭാരവും തീരുന്ന നാളിനി വരുമോ പാർവണ ചന്ദ്രികെ നീ കണ്ടു എന്റെ പ്രാണേശ്വരിയും നിന്നെ പോലെ ഏകാകിനിയ ഞാനറിയാതെ ഏതോ വീതിയിൽ അലയുന്നു ഏകാകിനിയ ഞാനറിയാതെ ഏതോ വീതിയിൽ അലയുന്നു പാർവണ ചന്ദ്രികെ നീ കണ്ടു उल्लू का पट्टे तुम पैसे के पीछे भागते हैं तो मैं तुम्हारे पीछे भागता हूँ हाँ मेरे साथ गोद में आओ हम लोग शादी करेंगे मजा करेंगे और कुछ करेंगे हाँ साला तुम इतने चक्कर से प्यार करता है मुझे भी प्यार करता है हद तेरी के एक रुपये चना दे दो മുരളി സാറേ സാറ് എപ്പോഴേ നാട്ടിൽ നിന്ന് വന്ന് ആള് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ ആ ജോണി സാർ ഈ മുരളി സാറിനെ പറ്റിയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളോട് ചോദിച്ചു ജോണി ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ട് ബാന്ദ്രയിൽ 6ാം ലോഡ്ജിൽ ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം ഇത്രയും സംഭവങ്ങൾ നടന്നു ഇനി നീ എങ്ങും പോകണ്ട എന്റെ കൂടെ തന്നെ കഴിയാം സാറേ അതാണ് സാറ് നല്ലത് സാറിന്റെ ഭാര്യ ഞാനും കൂടി അന്വേഷിക്കാം
സാറ് വിഷമിക്കാതിരിക്കും. അല്ല ഞാനൊന്ന് പോട്ടെ, ആ. എനിക്ക് കുറച്ച് ധൃതിയുണ്ട്, അതുകൊണ്ട് പോട്ടെ. എടാ, സമയം ഒരുപാടായി, നമുക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. വാ. മൂത്രമൊഴിക്കണം, മൂത്രമൊഴിക്കണം, മൂത്രമൊഴിക്കണം. ഇരിക്കടുത്ത് കിടക്കാത്ത വ്യാധിയാണുള്ളത്. മൂത്രമൊഴിക്കണം. അതോ നമ്മള് മൂത്രം ഒഴിച്ചു പോയതാ. ഓഹോ, നീ മലയാളിയാണല്ലേടാ? അപ്പൊ നിങ്ങള് മലയാളിയാണ്, നമ്മള് കഴിച്ചായി. നീ വാചകമൊന്നും അടിക്കണ്ട. വഴിയിൽ നിന്നാണോ മൂത്രം ഒഴിക്കുന്നത്? നിന്റെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്ത് കോടതി ഹാജരാക്കാൻ പോവാ. ഞങ്ങൾ ആചരിക്കാൻ ഏയ്, നിക്ക്, 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 നിക്ക്. വേണ്ട. അപ്പോ വേണ്ട സാറ്. വേണ്ടേ, കൈ നീട്ട്. ഇതാ. എടാ, ഇങ്ങനെയാണോ കൈ നീട്ടുന്നത്? അപ്പോ സാറേ നമ്മള് വിലങ്ങ് വെക്കരുത് സാറ്, നമ്മളൊരു പാവാണ്. എടാ, ഞങ്ങൾ കൈ നീട്ടാൻ പറഞ്ഞാൽ കൈ നീട്ടം എന്നാണ് അർത്ഥം. മനസ്സിലായോടാ? മനസ്സിലായില്ല. മനസ്സിലായില്ല? ഇങ്ങോട്ട് വാങ്ങിക്കടോ, പറഞ്ഞു തരാം. കോഴിക്കോടാണ്. നമ്മൾ പോട്ടെ. സ്ഥലം വിട്ടോ. ഡാ, മോനെ, ഇനി മേലാൽ നീ മൂത്രം വയ്ക്കരുത്. അപ്പൊ എന്താ പറയുക, മേലെ മൂത്രം വയ്ക്കരുത്. പിന്നെ മൂത്രം നമ്മളെ തൊള്ള കൂടെ തുപ്പ്. എന്താണ് ഞാൻ റോട്ടി മൂത്രം വയ്ക്കാന്നാ പറഞ്ഞത്. പൊയ്ക്കോ. സലാം ജി. ഇതരാ വിളിക്കുന്നത്. എന്തിനാണ് സാറ് ഇങ്ങനെ നമ്മൾ വിളിക്കുന്നത്? മൂത്രം ഒഴിക്കാനാ? എനിക്ക് മൂത്രം ഒഴിക്കാനല്ലേ എന്റെ കയ്യിൽ പൈസ ഇല്ല. എടാ, കോർപ്പറേഷൻ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം സ്ഥല സൗകര്യം ചെയ്തിട്ടുണ്ട്. അവിടെ വേണം ഇതൊക്കെ സാധിക്കാൻ. ഇനി പോയി മൂത്രം ഒഴിച്ചോ. സാറേ മാപ്പാക്കണം, ഇത് നാട്ടിൽ നിന്ന് ശീലിച്ചു പോയതാ. ഒന്ന് മാപ്പാക്കി. ജി മേ കേരള, കേരളത്തിൽ എവിടെ വേണം മൂത്രം ഒഴിക്കാം. അതിന് പ്രത്യേക സ്ഥലമൊന്നും ഇല്ല, എവിടെ മിസ്സാക്കാം. ഇത് മാലയില്ല, ഒന്ന് മാലയാക്കി കൂടി ഞാൻ പറ്റേ. സാർ, സാർ, ഒരു ഉഗ്രം പാർട്ടി. വളരെ പ്രയാസപ്പെട്ട് ഞാൻ കറക്കിയെടുത്ത ഫോട്ടോ സെലക്ഷനാ. നമ്മുടെ സുമതിയെ തന്നെ വേണമെന്ന്. ആളവിടെ ഇപ്പൊ താഴെയാ ഉള്ളത്. വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ഒരു സാമ്പിൾ എന്ന നിലയ്ക്ക് സാറ് വലിയ തുകയൊന്നും കയറി പറയരുത്. ഓ, അയ്യോ. എന്താ സാറേ ഒരു ശകലപ്പശക് പോലെ? സുമതി ഇവിടെ ഇല്ലെന്ന് പറ. അയ്യോ, അവളിവിടെ ഉണ്ടെന്നും പറഞ്ഞല്ലേ ഞാൻ വിളിച്ചോണ്ട് വന്നേ. എടാ, അതിന് ചില കാരണങ്ങളുണ്ട്. സാറേ എപ്പോഴും രണ്ടു വർത്തമാനം പറയരുത്. ആ നറബിയെ വിളിച്ചോണ്ട് വന്നവരും രണ്ടു വർത്തമാനം പറഞ്ഞു, മാമച്ചൻ തോമ്മയെ വിളിച്ചോണ്ട് വന്നവരും രണ്ടു വർത്തമാനം പറഞ്ഞു. തൊഴിൽ സത്യസന്ധമല്ലേ സാർ? കമ്മിറ്റിയില്ല വേണ്ടത്. ഇനി മേലാൽ അവനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരരുത്. അപ്പോ അവളെ അവന്റെ വീട്ടിലോട്ട് അയക്കുമോ? ഒരിക്കലുമില്ല. അവൾ വരാൻ 5-6 മാസമാകും എന്ന് പറയുന്ന ചില കാര്യങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത്.
സുമ ഇവിടെ തന്നെ ഉണ്ട്. അവൾ ഉള്ളത് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അവിടെ ചെന്നിട്ട് എനിക്ക് അവളെ കാണാൻ എത്തില്ലടാ. അവളെ ജോണി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? സുമതിയെ കാണാതിരുന്നപ്പോ നീ എന്നെ ആശ്വസിപ്പിച്ചു. ഇപ്പോ ഈ അസമയത്ത് എന്തിനാ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ആവശ്യമുണ്ടായിട്ട്. ജോണി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാക്കാതിരിക്കുന്നതാണ് നല്ലത്. ജോണി എന്താ പറഞ്ഞു വരുന്നത്? എടാ, നിന്റെ സുമതിയെ ആദ്യമായി ചീത്തയാക്കിയത് ഞാനാണ്. അന്ന് അവൾ എന്നോട് കേണപേക്ഷിച്ചു. ഞാൻ അവളെ വിട്ടില്ല. എല്ലാ സ്ത്രീകളും മനഃപ്പാഠം ചെയ്തു വെച്ച് പറയുന്നത് പോലുള്ളൊരു വാക്കാണതെന്ന് ഞാൻ കരുതി. എടാ, എടാ, ഞാൻ അറിയാതെ സംഭവിച്ചു പോയതല്ലേടാ. ജോണി, ജോണി, നിനക്ക് എന്താ പറ്റി ജോണി? വരണം. സാറിനെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. സാറ് ചിലപ്പോ എന്നെ മറന്നു കാണും. പക്ഷേ സാറിനെ എനിക്ക് മറക്കാൻ പറ്റുമോ? അകത്തേക്ക് വരൂ സാറേ. സുമതി, സാർ എന്നെ മറന്നിട്ടില്ല. എന്റെ പേര് ഇന്ന് സാറിന്റെ ഓർമ്മയിൽ തന്നെയുണ്ട്. പക്ഷേ സാറിന്റെ പേര് ചോദിക്കാൻ അന്ന് ഞാൻ മറന്നുപോയി. ഒന്ന് പറയാമോ? ജോണി. ഇതുപോലുള്ള വീട്ടിൽ കയറി വരുമ്പോ പറയുന്ന പേരല്ല ഞാൻ ചോദിച്ചത്. സാറിന്റെ അച്ഛനും അമ്മയും ഇട്ട പേരാ. ആ സുമതി, നീ എന്നെ വേദനിപ്പിക്കരുത്. ഞാൻ സ്നേഹത്തിന്റെ മുന്നിൽ ജീവൻ തന്നെ കളയാൻ തയ്യാറാണ്. ഇതൊക്കെ ഇവിടെ എത്രയോ പേര് പറഞ്ഞു പോയതാ സാറേ. അവരാരും ഇന്ന് വരെ ജീവൻ കളഞ്ഞിട്ടില്ല, കളയുകയില്ല. സാറും കളയേണ്ടി വരില്ല. വാ സാറേ. നിങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി, ഇന്നത്തെ എന്റെ ഉറക്കം നഷ്ടപ്പെട്ടാലും അതൊരു നഷ്ടമല്ലാന്ന്. സുമതി, എന്താ ഇന്നും കുടിച്ചിട്ടുണ്ടോ? കാലുകൾ പുറകോട്ട് പോകുന്നു. പിന്നെ ഇതെന്റെ ആദ്യരാത്രിയൊന്നുമല്ല. അധികം സംസാരിച്ച് സമയം കളയാതെ വാ സാറേ. സുമതി, ഞാനിന്ന് ഇവിടെ വന്നത് നീ ഉദ്ദേശിച്ച നിലയ്ക്കല്ല.
എന്നെ വിവാഹാലോചിക്കാനായിരിക്കും. സുമതി, ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് നീ ഒന്ന് കേൾക്കൂ. മിസ്റ്റർ, നിങ്ങൾ വന്ന കാര്യം സാധിച്ചിട്ട് പോണം. അന്ന് വന്ന ജോണിയല്ല ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ മാത്രം വന്നതാണ്. ഓഹോ, എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി സാറിന്റെ വീട്ടിൽ തന്നെ. ദിവസമായിട്ട് ജോണിക്ക് എന്താ ഒരു മാറ്റം? നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞൂടെ? മുരളി, നിന്റെ സുമയെ നീ മറക്കണം. ജോണി, അവളിന്ന് പലതും നഷ്ടപ്പെട്ടവളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തു തന്നെ നഷ്ടപ്പെട്ടാലും അവളുടെ ഹൃദയം മാത്രം ആർക്കും അപഹരിക്കാൻ സാധിക്കില്ല ജോണി. അതെനിക്കുറപ്പുണ്ട്. അതും നഷ്ടപ്പെട്ട സുമയാണ് നീ കാണുന്നെങ്കിൽ ഞാൻ അവളോട് മാപ്പ് ചോദിക്കും. എങ്കിൽ നിന്റെ സുമയെ ഞാൻ ഇവിടെ എത്തിക്കും. ഞാനും വരാം. വേണ്ട, നീ വരണ്ട. ജോണി, ജോണി, ഞാൻ തനിച്ചു വിടില്ല. വേണ്ടെന്നല്ലേ പറഞ്ഞു. ജോണി, ജോണി, ജോണി. വീണ്ടും വന്നിരിക്കുകയാണല്ലേ രക്ഷകർത്താവ്? സുമതി, കിന്നാരം പറയാൻ വന്നിരിക്കുന്നു. ആണാണെങ്കിൽ വന്ന കാര്യം സാധിച്ചു പോണം. വെറുതെ മനുഷ്യനിട്ട് വേദനിപ്പിക്കരുത്. സുമതി, നിനക്കെന്നെ മനസ്സിലായിട്ടില്ല. നിങ്ങളെ മാത്രമേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. അങ്ങനെയല്ല നീ എന്നെ മനസ്സിലാക്കേണ്ടിയിരുന്നത്. എനിക്ക് തെറ്റുപറ്റി. നിന്റെ മുരളിയുടെ കൂട്ടുകാരൻ ജോണിയെ നീ അറിയുമോ? ആ ജോണി ഞാനാണ്. നിനക്കെന്നെ എങ്ങനെ വേണമെങ്കിലും കാണാം. നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി മുരളിയുടെ കയ്യിൽ ഏൽപ്പിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നത്. എന്റെ മുരളിയേട്ടൻ എവിടെയാണുള്ളത്? എനിക്ക് എന്റെ മുരളിയേട്ടനെ കാണണം. അതിനു മുമ്പ് സുമതി ചിലത് മറക്കണം. സുമതി, നമ്മൾ തമ്മിൽ ഒരിക്കലും കണ്ടിട്ടില്ല. മുരളിയുടെ വാക്കുകളിലൂടെ മാത്രമാണ് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത്. അന്നിവിടെ വെച്ച് കണ്ടപ്പോ ആളറിഞ്ഞില്ല. ക്ഷമിക്കൂ എന്ന് ഞാൻ പറയുന്നില്ല. അറിയാതെ നിന്നോടൊരു തെറ്റ് ചെയ്തു. നിന്നെ മുഖത്തോട് മുഖം കണ്ടത്, നീ ആരാണെന്നറിഞ്ഞത് അതിനുള്ള ഏറ്റവും വലിയ ശിക്ഷയായിപ്പോയി. നിങ്ങൾക്ക് എളുപ്പം കുറ്റസമ്മതം നടത്താൻ കഴിഞ്ഞു. എനിക്കെതിരെ കഴിയുമോ? എത്ര ആത്മാർത്ഥതയോടെ ഞാൻ പറഞ്ഞാലും ഇനി ആരെങ്കിലും എന്നെ വിശ്വസിക്കുമോ? അന്ന് നിങ്ങൾക്ക് എന്നെ ഇവിടുന്ന് രക്ഷിക്കാമായിരുന്നു. അതിനൊരു ശ്രമമെങ്കിലും നടത്താമായിരുന്നു. നിങ്ങളത് ചെയ്തില്ല. ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചാ മതിയെന്ന് ഒരു തുടക്കം കുറിച്ചിട്ടിട്ട് നിങ്ങൾ പോയി. എന്നെ അവരത് ശീലിപ്പിച്ചു. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട ഒരുത്തിയായിട്ടാണ്. എന്തു തന്നെ നഷ്ടപ്പെട്ടാലും സുമതിയുടെ ഹൃദയം മാത്രം ആർക്കും അപഹരിക്കാൻ കഴിയില്ലെന്നുള്ള വിശ്വാസത്തിലാണ് മുരളി ഇന്നും ജീവിക്കുന്നത്. എനിക്ക് ഉടനെ എന്റെ മുരളിയേട്ടനെ കാണണം. പക്ഷേ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? നീ വിഷമിക്കണ്ട. നിന്നെ മുരളിയുടെ അടുത്ത് എത്തിക്കേണ്ടത്
എന്റെ കടമയാണ്. വേഗം വാ. നിങ്ങളെപ്പോലുള്ളവർക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ ഉടൻ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോണം. ഞാൻ വേദനിക്കുമ്പോഴൊക്കെ നീ എന്നെ ആശ്വസിപ്പിച്ചു. പക്ഷേ
നിന്നോട് ഞാനൊരു വലിയ തെറ്റ് ചെയ്തു പോയി. നീ എന്നോട് ക്ഷമിക്കരുത്. സുമതിയോട് ക്ഷമിക്കണം. മനസ്സേ നീയൊരലയാഴി ദുഃഖതീരമോ മരുഭൂമി